വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. മൃഗസ്നേഹികൾക്കെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. നായ്ക്കൾ 9 വയസ്സുള്ള കുട്ടിയെ ആക്രമിക്കുമ്പോൾ ആരാണ് ഉത്തരവാദിയെന്നും കോടതി ചോദിക്കുന്നുണ്ട്. മൃഗസ്നേഹികൾക്കെതിരെയാണിപ്പോൾ സുപ്രീം കോടതി വിമർശനം ഉയർത്തിയിരിക്കുന്നത്. 9 വയസ്സുള്ള കുട്ടിയെ ആക്രമിക്കുമ്പോൾ ആരാണ് ഉത്തരവാദി എന്നാണ് കോടതി ചോദിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും മൃഗസ്നേഹികളെ വിമർശിച്ചിരിക്കുകയാണ്. 9 വയസ്സുള്ള കുട്ടിയെ ആക്രമിക്കുമ്പോൾ ആരാണ് ഉത്തരവാദി എന്നൊക്കെയാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും മൃഗസ്നേഹികൾക്കെതിരെ വലിയ വിമർശനമാണ് സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3ാമത്തെ ദിവസമാണ് ഈ തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട സ്വമേധയെടുത്ത കേസ് കോടതി പരിഗണിക്കുന്നത്. തുടർച്ചയായി 3ാം ദിവസമാണ് വിമർശനം ഉണ്ടാവുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വലിയ വിമർശനം ഇന്ന് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ നിന്നും ഉയരുകയുണ്ടായി. നായ്ക്കൾ 9 വയസ്സുള്ള കുട്ടിയെ ആക്രമിക്കുമ്പോൾ ആരാണ് ഉത്തരവാദിയാകുക എന്നാണ് കോടതി ചോദിച്ചത്. കൂടാതെ പ്രശ്നങ്ങൾക്ക് നേരെ ഞങ്ങൾ കണ്ണടയ്ക്കണോ എന്നൊരു കാര്യം കൂടി കോടതി ചോദിക്കുന്നു. സ്വമേധയെടുത്ത കേസിൽ വാദം തുടരുന്നൊരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായത്. നായപ്രേമികൾക്കെതിരെ വാദം അതായത് ഈ സ്വമേധയെടുത്ത കേസിൽ വാദം നടക്കുന്നതിനിടെയാണ് നായപ്രേമികൾക്കെതിരെയുള്ള വിമർശനം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ വിമർശനം കോടതി ഉയർത്തിയിരുന്നു. എന്തായാലും തെരുവുനായ വിഷയം അത് വലിയൊരു പ്രതിസന്ധിയാണ് എന്നൊരു കാര്യത്തിൽ തന്നെയാണ് ഈ എന്ന വിഷയത്തിൽ വലിയ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഹർജികൾ വരുന്നു. എന്തായാലും സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങളെല്ലാം തന്നെ സംസ്ഥാനങ്ങൾക്കാകെ നൽകിയിരുന്നു. സംസ്ഥാനങ്ങളെടുത്ത നടപടികളെല്ലാം തന്നെ കോടതി അറിയിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്നും ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ നായപ്രേമികൾക്ക് വലിയ വിമർശനം ഉണ്ടാവുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. 9 വയസ്സുള്ള കുട്ടിയെ നായ ആക്രമിക്കുമ്പോൾ അതിന് ആരാണ് ഉത്തരവാദിയാവുക എന്നാണ് കോടതി ചോദിച്ചത്. കൂടാതെ പ്രശ്നങ്ങൾക്ക് നേരെ ഞങ്ങൾ കണ്ണടയ്ക്കണമോ എന്നൊരു കാര്യം കൂടി കോടതി ചോദിച്ചു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിൽ ഈ തെരുവുനായ വിഷയം അല്ലെങ്കിൽ ഈ മൃഗസ്നേഹികൾക്കെതിരെ വലിയ വിമർശനം ഉണ്ടാവുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സുപ്രീം കോടതി മൃഗസ്നേഹികളെ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ഈ സ്വമേധയെടുത്ത ഹർജിയിൽ വാദം തുടരുകയാണ്. ശരി, വ്യക്തമാണ്. മൃഗസ്നേഹികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണോ എന്നൊക്കെയാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. നായ്ക്കൾക്ക് 9 വയസ്സുള്ള കുട്ടിയെ ആക്രമിക്കുമ്പോൾ ആരാണ് ഉത്തരവാദി എന്നൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്. തെരുവുനായ പ്രശ്നം പരിഗണിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് എസ് ഉണ്ണികൃഷ്ണനാണ്.